എൻ്റെ ടീനേജ് ടൈമിലോ അല്ലെങ്കിൽ 20s സ്റ്റാർട്ടിങ്ങിലോ ഒക്കെ തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡസൻറ്റ് മാറ്റർ നിങ്ങൾ നിങ്ങളുടെ 20s അല്ലെങ്കിൽ 30s ഈവൻ 40s ആണെങ്കിൽ പോലും ദിസ് വീഡിയോ ഇസ് ജസ്റ്റ് ഫോർ യു. ആർക്ക് വേണമെങ്കിലും കാണാം. കാരണം നമുക്കൊരിക്കലും ഒരു ചിലപ്പോൾ നമ്മുടെ ലൈഫിലൊരു ചേഞ്ച് വരുന്നത് ചിലപ്പം 40s+ ആയിരിക്കും, അല്ലെങ്കിൽ 50s+ ആയിരിക്കും, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ എനിബഡി ക്യാൻ വാച്ച് ദിസ് വീഡിയോ. ഞാനിതിപ്പോൾ ചെയ്യാൻ കാരണം ഇതെനിക്ക് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ മൈ ലൈഫ് വുഡ് ഹാവ് ബീൻ മച്ച് മോർ ബെറ്റർ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കുറച്ച് നാൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ടീച്ചേഴ്സിനോടായിരിക്കും നമ്മുടെ സ്റ്റുഡൻസ് കുറേ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഇന്ന കോഴ്സ് എടുക്കട്ടെ, അല്ലെങ്കിൽ ഇന്നത് പഠിക്കട്ടെ, എന്ത് പഠിച്ചാൽ നല്ലതാകും എന്നൊക്കെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്ക് കൂടുതലായിട്ട് കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്കത് ക്ലാസ് ടൈമിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കത്തില്ല. പോർഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് സ്ട്രെയിറ്റ് അവേ ഗോ ടു അവർ വീഡിയോ. So the very first thing that you should keep in mind is don't be afraid to speak or don't be afraid to tell your opinion. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ എന്തുമായിക്കോട്ടെ, മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആ ഒപ്പീനിയൻ പറയാൻ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. അതിപ്പം ആരോടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് തുറന്നു പറയാം. ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നും കൂടെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും ഒപ്പീനിയൻസ് പറയാൻ ഞാൻ പേടിച്ചത് കൊണ്ട് മാത്രം എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ അത് പിന്നീട് ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സോ നെവർ ബി അഫ്രൈഡ് ടു ടെൽ യുവർ ഒപ്പീനിയൻ. അത് ആരുമായിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശരി മറ്റൊരാൾക്ക് ശരിയാവണം എന്നില്ല. പക്ഷേ എങ്കിൽ പോലും മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് ഹാവ് ടു റിഗ്രറ്റ് ടു ടെൽ എനി ഒപ്പീനിയൻ ടു എനി വൺ. അപ്പോൾ അതാണ് ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിപ്പോൾ ഏത് ഏജിലുള്ളവരായിക്കോട്ടെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒപ്പീനിയൻസ് പറയാതിരിക്കേണ്ട. അതാണ് ഫസ്റ്റ് നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ളൊരു കാര്യം. രണ്ടാമതായിട്ട് നിങ്ങൾ മൈൻഡിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ് ടു ഹാപ്പൻ. എല്ലാം ഒത്തു വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ മോസ്റ്റ് അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ക്യാമറ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ അതേസമയം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട്, ഇത് റെൻറ്റിന് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തം ക്യാമറയിലെ ഫോട്ടോ എടുക്കൂ എന്നുള്ള ഒരു പിടിവാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വേറെ വല്ല നല്ല ഫോട്ടോഗ്രാഫേഴ്സും എടുത്തുകൊണ്ട് പോകും. അതേസമയം അതേ സെയിം ഫീച്ചേഴ്സുള്ള ഒരു ക്യാമറ റെൻറ്റിന് എടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രോഫിറ്റ് നിങ്ങൾക്ക് കുറയുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ കരിയർ നിങ്ങളുടെ പ്രൊഫഷൻ ആസ് എ ഫോട്ടോഗ്രാഫർ നിങ്ങൾക്കതൊരു സ്റ്റെബിലിറ്റിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലൂടെ വരും. പക്ഷേ പെർഫെക്റ്റ് മൊമെൻറ്റ് വന്നിട്ടേ നമ്മുടെ കാര്യങ്ങൾ ചെയ്യൂ എന്ന് വിചാരിച്ച് കടുംപിടുത്തം പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. പെർഫെക്റ്റ് മൊമെൻറ്റ് എന്നുള്ള മൊമെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അതാണ് സത്യം. എല്ലാവരും ഈ പറയുന്ന ബ്ലെസ്ഡ് വിത്ത് എ സിൽവർ സ്പൂണൊന്നുമല്ല. നമ്മൾ പലരും ഒരു ആവറേജ് മിഡിൽ ക്ലാസ് രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. പെർഫെക്റ്റ് മൊമെൻ്റ് എന്നും പറഞ്ഞൊരു മൊമെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങൾ സെക്കൻഡായിട്ട് നിങ്ങളുടെ മൈൻഡിൽ മനസ്സിലാക്കിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ദ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ്. മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ പറയില്ലേ, ഐ എം ഗോയിങ് ടു ബ്രേക്ക് ദ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി എന്ന് പറയുന്ന മാതിരി ബ്രേക്ക് ദ കൺവെൻഷണൽ കോൺസെപ്റ്റ്. പോയിൻ്റോട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, അവരുടെ പേരൻസ് ആയിക്കോട്ടെ, അവരൊക്കെ വളർന്നു വന്നത് അല്ലെങ്കിൽ കണ്ടുവന്നതായിട്ടുള്ളൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നു, 10th കഴിഞ്ഞു, +2, ഡിഗ്രി, PG, അത് കഴിഞ്ഞ് വേണമെങ്കിൽ ചിലർ BEd എടുക്കുന്നു, ചിലർ MPhil എടുക്കുന്നു, ചിലർ എന്നെപ്പോലുള്ളവർ ചിലപ്പം PhD എടുക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കൺവെൻഷണലായിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു സൈക്കിളുണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവമുണ്ട് ആൾക്കാരുടെ മനസ്സിൽ. അത് കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. കാരണം നമ്മുടെ കാലം ഒരുപാട് മാറി, കാലഘട്ടങ്ങൾ ഒരുപാട് മാറി.
അതിനനുസരിച്ച് നമ്മളും മാറണം, നമ്മളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളും അപ്ഡേറ്റഡ് ആവണം. ഓക്കെ, അതിനർത്ഥം നാളെ +1 +2 പഠിക്കുന്ന കുട്ടികൾ നാളെ ചെന്നിട്ട് അമ്മ അച്ഛനൊരു കോഴ്സ് പറയുന്നു, അമ്മ ഞാൻ ആ കോഴ്സിന് ചേർത്തില്ല, അല്ലെങ്കിൽ അച്ഛൻ ഞാൻ ആ കോഴ്സിന് ചേർത്തില്ല, ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ ദ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല അടി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ പേരൻസിന് നമ്മൾ എത്ര വളർന്നാലും നമ്മൾ വളരെ കുഞ്ഞു കുട്ടികളാണ്. നമ്മൾ പറയുന്ന ഒപ്പീനിയൻസ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയണ്ട എന്നുള്ളൊരു കമൻറ്റ് കേൾക്കാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഡോണ്ട് ബി അഫ്രൈഡ് ടു ടെൽ യുവർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ. നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇന്നതാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് പേരൻസ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. പക്ഷേ അല്ലാത്ത കേസാണ്, കുറച്ചും കൂടെ കൺവെൻഷനലായിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ ഏറ്റവും നല്ല ട്രെൻഡിങ് എന്നുള്ള വാക്ക് വിടാം. ട്രെൻഡിങ് ചിലപ്പോൾ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാകത്തില്ല. നല്ല കോഴ്സുകൾ ഇതാണ്, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ നോക്കി അവരെയും കൂടെ കൺവിൻസ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കൺവെൻഷണൽ ഒരു സൈക്കിളിൽ, അല്ലെങ്കിൽ ആ ഒരു ചെയിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, ബ്രേക്ക് ദ ചെയിൻ, അത് മതിയായിരുന്നു. നെറ്റ്വർക്ക് ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് ബ്രേക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നമ്മുടെ കരിയർ ഫോം ചെയ്തെടുക്കാം. അതാണ് 3rd പോയിൻ്റ് എന്ന് പറയുന്നത്. 4th പോയിൻ്റ് ആണ് ഇനി അടുത്തത്. 4th പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ബി അഫ്രെയ്ഡ് ഓഫ് ചേഞ്ചസ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ തുടക്കം തന്നെ, എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഒരെണ്ണമാണിത്. ചേഞ്ചസിനെ പേടിക്കാതിരിക്കുക. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് PGക്ക് വേണ്ടിയിട്ടുള്ളത്. ആ എൻട്രൻസ് എക്സാം ഞാൻ ക്ലിയർ ചെയ്തു. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു ലെറ്റർ വീട്ടിൽ വന്നു. അഡ്മിഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ലെറ്റർ വീട്ടിൽ വന്നായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും നാളും ഞാൻ LKG തൊട്ട് +2 അത് കഴിഞ്ഞ് ഡിഗ്രി എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര ഹോം സിക്കായിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല എനിക്ക് കുറച്ച് മോഷൻ സിക്നെസ് ഉണ്ട്, എനിക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകുന്ന കാര്യവും അതുപോലെ അവിടെ നിൽക്കുന്ന കാര്യം ഞാൻ മാറി നിന്ന് പഠിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ആൻസൈറ്റി കാരണം ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ദൈവം തമ്പുരാൻ എന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് ഇവിടെ അടുത്ത് കാത്തോലിക്കേറ്റ് കോളേജിൽ തന്നെ PGക്ക് അഡ്മിഷൻ കിട്ടി. അല്ലായിരുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർ എന്നെ ലൈഫ് ലോങ് അത് പറഞ്ഞ് എന്നെ ക്രൂശിച്ചുകൊണ്ടിരുന്നേനെ. കാരണം അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം. നമ്മളെന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആജീവനാന്തകാലം നമ്മളതെങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പം അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ അന്ന് അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അവിടെ പോയി ആ ഒരു ചേഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയേനെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ചിലപ്പം വേറൊരു രീതിയിൽ പോയേനെ. ഒരിക്കലും ചിലപ്പം ഇതേപോലെ വന്നേനെ. എങ്കിൽ പോലും അവിടെ നിന്നാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടിയേനെ. കാരണം അവിടെ യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസ് എന്നൊക്കെ പറയുന്ന അത്യാവശ്യം നല്ല ഒരുപാട് ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസ്. പക്ഷെ അന്ന് അതിനെപ്പറ്റി എനിക്ക് അറിവില്ല. പോകാനുള്ളൊരു പെട്ടെന്നൊരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അന്ന് ഞാൻ വേണ്ടാന്ന് വെച്ചത്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഇന്ന് ഞാനിരുന്ന് ആലോചിക്കുമ്പം മൈ ഗോഡ്, അന്നത് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് പലപ്പോഴും വരാറുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ലൈഫിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ദൂരെ എവിടെയെങ്കിലും പഠിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്നും തന്നെ ഓർത്ത് വിഷമിക്കേണ്ട, ജസ്റ്റ് ഡു ഇറ്റ്. നിങ്ങൾ പോവുക, പഠിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും അവിടെ കിട്ടുന്നത്. നിങ്ങളെ വീട്ടിൽ നിന്ന് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പം എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ഉണ്ടാകാൻ പോകുന്നുണ്ടെങ്കിൽ, ഒരിക്കലും അതിന് നേരെ തിരിഞ്ഞിരിക്കാതെ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. 5th പോയിന്റ്, ഡോണ്ട് തിങ്ക് ദാറ്റ് എവറി വൺ ഇസ് ഗോണ സ്റ്റേ വിത്ത് യു ഫോർ എവർ. ഇപ്പോൾ നിങ്ങൾ ഒരു 10th പഠിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഫ്രം LKG തൊട്ട് ഏതൊരു സമയം വരെയാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ പല സമയത്തും പല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ വിചാരിക്കും ഇവർ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ കാണുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രം LKG ടു PhD, അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആയിക്കോട്ടെ, പല ആളുകളുമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആവാറുണ്ട്. അതിൽ പലതും നല്ല നല്ല രീതിയിൽ ക്ലോസ് ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് ആകുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇവർ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേജ് എത്തുമ്പം ഏതോ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ലൈഫിൽ നിന്ന് അവരൊക്കെ
പൊഴിഞ്ഞു പോകും. അത് മനഃപൂർവ്വമായിരിക്കത്തില്ല, പക്ഷെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം എപ്പോഴും നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. നിങ്ങളുടെ ലൈഫിൽ എല്ലാവരും കോൺസ്റ്റൻ്റ് അല്ല. നേരത്തെ പറഞ്ഞ മാതിരി മാറും. എന്നാൽ എല്ലാവരുടെയും കേസ് അങ്ങനെയല്ല കേട്ടോ. ചില ഫ്രണ്ട്സ് കാണും കേട്ടോ, അവർ നമ്മുടെ ലൈഫ് ലോങ് ചിലപ്പോൾ നമ്മളോട് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് എടുത്താൽ അതിലൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പിൽ നിന്നുള്ളതല്ല കേട്ടോ. ഈ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അഞ്ജു എന്ന് പറഞ്ഞിട്ട് കല്യാണം ആയിരുന്ന സമയത്ത് അവളുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിഗ്രി ടൈം തൊട്ടുള്ള ഫ്രണ്ട്സാണ്. അഞ്ജു എങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു. അഞ്ജു, രേവതി, ഷെറിൻ, ആതിര, പിന്നെ ഞങ്ങൾ 5 പേരായിരുന്നു. ഇതിൽ ഷെറിൻ, ആതിര, ഞാനാണ് ഫസ്റ്റിലെ ക്ലോസ് ആവുന്നത്, ഭയങ്കര കൂട്ടാവുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്ത് വന്നതാണ് അഞ്ജുവും രേവതിയും. അതിൽ ഞാൻ ഏറ്റവും ലീസ്റ്റ് കംഫർട്ടബിൾ എന്നല്ല, ഏറ്റവും ലീസ്റ്റ് ഞങ്ങൾ മിണ്ടിക്കൊണ്ടുവന്ന് അഞ്ജു ഞാനും അത്രയും കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ലൈക്ക് അത്ര സംസാരമില്ല, ലൈക്ക് ദേഷ്യം എന്നല്ല, നമ്മളത്ര ബോണ്ടിങ് ഇല്ല. നമ്മൾ ഗ്രൂപ്പിനകത്തും ചിലപ്പോൾ നമുക്കൊരു ഇത് കാണുമല്ലോ. അപ്പം പക്ഷേ ഈവൻച്വലി ആ ഒരു ഗ്രൂപ്പിൽ പലരും അവരുടെ രീതിയിൽ പല രീതിയിൽ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ ഞാനും അഞ്ജുവും മാത്രമായി ഞങ്ങളൊന്നിച്ച് PG ആയപ്പോഴത്തേക്കും. ആരുമായിട്ട് വഴക്കിട്ട് പോയെന്നൊന്നുമല്ല കേട്ടോ, അവരവരുടെ കരിയറുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഞാനും അഞ്ജു ഒന്നിച്ചായി PG. അപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അഞ്ജു ഞാനും ഇത്ര ക്ലോസ് ആവുന്നത്. അതിനുശേഷം ഇന്ന് വരെ ടച്ച് വുഡ് ഈ ഒരു മൊമെൻറ്റ് വരെ ഞാനും അഞ്ജു എന്തും എനിക്ക് ഏത് രാത്രിയിലാണെങ്കിലും വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ ഒരു സോൾമേറ്റാണ്. അപ്പം അഞ്ജു ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഭയങ്കര ഇഷ്ടമാണ് അഞ്ജുവിനെ. കാരണം ഞാൻ അഞ്ജു സമ്മതിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ അഞ്ജുവിൻ്റെ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് 5th പോയിന്റ്. ഡോണ്ട് തിങ്ക് ബ്ലൈൻഡ്ലി ദാറ്റ് എവ്രി വൺ ഈസ് ഗോണ സ്റ്റേ വിത്ത് യു ഫോർ എവർ. ഇനി നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് ബി സെലക്റ്റീവ്. എന്താണ് ഞാൻ ഈ സെലക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് എല്ലാവരും നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ നമ്മുടെ വെൽവിഷേഴ്സ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിൽ കാണും. പക്ഷെ അതിൽ നല്ലൊരു ശതമാനം ആളുകളും ചിലപ്പോൾ നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നവരാകണം എന്നില്ല. നമ്മുടെ നേരെ നിന്ന് നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്നു എന്ന് കാണിച്ചിട്ട് ഉള്ളിൽ നമ്മൾ നന്നാവരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും കുറേയെങ്കിലും. അത് നമുക്കങ്ങനെ അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും നമുക്ക് മനസ്സിലായി ഇന്ന ആൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ആ ആൾ നമ്മുടെ പ്രോഗ്രസ്സിന് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ആ ആൾ നമ്മുടെ പ്രോഗ്രസ് ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആ ആൾ നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ കട്ട് ദ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഏതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഭയങ്കര ഞാനൊരു കോട്ട് വായിച്ചിട്ടുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ ആ കോട്ട് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ കറക്റ്റ് മനസ്സിലായി ഓർമ്മ വരുന്നില്ല. എത്ര ബ്യൂട്ടിഫുൾ സീനറി തരുന്ന ഒരു വിൻഡോ ആണെങ്കിലും അതിൽ നിന്ന് എവിടെയെങ്കിലും നമുക്കൊരു പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്തേക്കാന്നുള്ളൊരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് തന്നെ ഉള്ളൂ. നമുക്ക് ചിലപ്പം എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമ്മളുടെ മെൻ്റലി നമ്മളെ അത്ര ഓക്കെ ആക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കതൊരു പെയിൻഫുൾ മെമ്മറി ആയിരിക്കും എന്ന് തോന്നി തുടങ്ങുന്ന മൊമെൻറ്റിൽ യു ഷുഡ് സ്ട്രിക്ട്ലി ലെറ്റ് ദം ഗോ. അവിടെ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ഇത് സ്റ്റോപ്പ് ചെയ്യുക. അതിപ്പം ഏത് തരത്തിലുള്ള റിലേഷൻ ആണെങ്കിലും. ഓക്കെ, ഇനിയും ലാസ്റ്റ് പോയിൻ്റാണ്. അത് ലാസ്റ്റായിട്ട് പറയേണ്ടതല്ല, ഇപ്പോൾ പറഞ്ഞതെല്ലാം ഒരു റാങ്കിങ്ങിലൊന്നും പറഞ്ഞതല്ല, എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പ്രയോറിറ്റൈസ് യുവർ ഹെൽത്ത്. ചുവരുണ്ടെങ്കിലേ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നുള്ളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഹെൽത്ത് ഇൻ ദ സെൻസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, യുവർ മെൻ്റൽ ഹെൽത്ത് ഈസ് ആസ് മച്ച് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് യുവർ ഫിസിക്കൽ ഹെൽത്ത്. നിങ്ങളൊരു പനി വന്നാൽ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ നിങ്ങൾ ഓക്കെ ആക്കുക. കാരണം നമുക്കറിയില്ല ചില സമയത്ത് നമുക്ക് എത്രമാത്രം സ്ട്രെസ്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പലപ്പോഴും നിങ്ങളുടെ മൈൻഡിൻ്റെ കൺട്രോൾ പോകുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഗെറ്റ് സം ഹെൽപ്പ്. അത് ഇന്നത്തെ കാലത്തൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈവൻ ദോ നമ്മുടെ സൊസൈറ്റിയെ നമുക്കറിയാം, അത്ര നല്ല സൊസൈറ്റി അല്ല നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്കത് പുറത്ത് പബ്ലിക്കായിട്ട് പോകാൻ പേടിയാണെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങളെ അത് ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഓൺലൈൻ കൺസൾട്ടൻസ്.
അങ്ങനത്തെ ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്തൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്കൊരു നിങ്ങളുടെ ഹെൽത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുക. കാരണം നിങ്ങൾ ഓർക്കും ഓക്കെ തന്തവൈബാണോ ഇപ്പം ചെറുതിലേ നമ്മൾ ഹെൽത്ത്, അങ്ങനല്ല. നമ്മുടെ ഫുഡ് ആയിക്കോട്ടെ, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം നമ്മളൊന്ന് ഒരു ബാലൻസിൽ കൊണ്ടുപോകുക. കാരണം ഫുഡൊക്കെ നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കരുതെന്നല്ല പറയുന്നത്, കഴിക്കാം, അതിനൊക്കെ ഒരു മോഡറേഷനിൽ വേണം കൊണ്ടുപോകാൻ. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വൺസ് കാര്യങ്ങൾ കൺട്രോളിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ചെറുതിലെ തന്നെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. അത് ബോത്ത് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറയുന്നില്ല, ഞാൻ ക്ലാസ് എടുക്കുന്നു. സോ ദാറ്റ് ഇന്നത്തെ വീഡിയോ ഞാൻ എന്താണോ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് കണ്ട ആളുകൾക്ക്, ഇപ്പോൾ മുഴുവൻ കണ്ടവർക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവുമായിരുന്നു എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.